വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റോസ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ പപ്പട ചീടവടയുടെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ച് അതിലോട്ടൊരു 3 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ കടലപ്പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഞാനൊരു 2 മണിക്കൂർ നേരം സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ആഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പിനെ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ കളറൊന്നും മാറി കിട്ടുന്ന രീതിയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് കളറൊന്നും ചേഞ്ച് ആകാത്ത രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വറുത്തെടുക്കാനായിട്ട്. ഒരു പപ്പടം വറുത്തെടുത്ത ആ ഒരു സ്മെല്ല് വരുമല്ലോ, ആ ഒരു പരുവം വരെ നമ്മളിതിനെ വറുത്തെടുക്കണം കേട്ടോ. ഇപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒരു സൈഡിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അതേ അടുപ്പിലോട്ട് തന്നെ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പച്ചരി പൊടിയാണ് ഇതിലിട്ട് വാട്ടിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചധികം വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഓരോരുത്തർ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടിയുടെ പരുവം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ കുറയോ ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതിനെ നന്നായിട്ട് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലോട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തുള്ള പൊടികളും നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ ഇളക്കിയിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ വാട്ടിയെടുക്കണം. ഓക്കെ, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ടായിട്ട് ഞാനൊരു ടീസ്പൂൺ അളവിൽ അയമോദകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ എള്ള്, 1 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ സമയം ഇതിലോട്ടായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഇതൊന്ന് കടിക്കാനും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ അളവിൽ നമുക്ക് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല എരിവുള്ള മുളക് പൊടി വേണം കേട്ടോ നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ. നല്ലൊരു കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂണിൽ താഴെയായിട്ട് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറൊക്കെ ആവും കേട്ടോ. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ തേങ്ങ കടലപ്പരിപ്പ് മിക്സിൻ്റെ അരപ്പും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉഴുന്ന് പരിപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവട്ടോ. ഉഴുന്ന് പരിപ്പ് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് നമ്മുടെ ഈ ഒരു പപ്പടവട കഴിക്കാനായിട്ട്. പപ്പടം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഉഴുന്ന് പരിപ്പിലാണല്ലോ. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഈ പൊടിയുടെ എല്ലാ ഭാഗത്തോട്ടും നമ്മൾ ഈ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസുകളും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. 2 കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മയപ്പെടുത്തിയിട്ട് വേണം നമ്മളിതിനെ കുഴച്ചെടുത്ത് ഇതുപോലെ മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സാക്കി എടുത്ത് കുഴച്ചെടുത്ത് ഈ കാണുന്ന രീതിയിൽ പരുവത്തിൽ നമുക്കിതിനെ മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കണം. നമ്മൾ പപ്പടമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വലിപ്പത്തിലുള്ള ചെറിയ ബോൾസാക്കി വേണം നമ്മൾ ഇതിനെ ഉരുട്ടിയെടുക്കാൻ കേട്ടോ. ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിതിനെ ഉരുട്ടിയെടുക്കാൻ. ഇതിൻ്റെ വക്കിലൊന്നും ക്രാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതിനെ പരത്തിയെടുക്കുന്നത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ടാണ്. ഇതുപോലെ ഓരോ ബോൾസാക്കി എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് അധികം ഫോഴ്സ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അധികം പരത്തിയെടുക്കും ചെയ്യരുത്. കുറച്ചൊരു കട്ടി വേണം. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. കൂടുതൽ കട്ടി കുറഞ്ഞു പോയാൽ നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് കട്ടിയിലായിട്ട് പരത്തിയെടുക്കുന്നതാണ് വളരെ നല്ലത്. അധികം കട്ടി കൂടാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്കിത് മുഴുവനായിട്ട് ഇവിടെ പരത്തിയെടുത്ത് മാറ്റി വെക്കാം. ഇത് കണ്ടോ, ഈ രീതിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്.
ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാസ്റ്റ് അയൺ ചീനച്ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കാസ്റ്റ് അയൺ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ. അപ്പോഴേ നന്നായിട്ട് ചൂടെത്തി കിട്ടാനും നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാനും വളരെ നല്ലതാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതേ രീതിയിൽ നമുക്കിതിനെ ഒരു 2-3 എണ്ണം ഇട്ട് കൊടുത്ത് ഇതേ രീതിയിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒന്നിട്ട് കൊടുത്താൽ നമുക്ക് ഒരുപാട് സമയം പിടിക്കും. ഒരു 2-3 ഒക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരു ഭാഗം നന്നായിട്ടൊന്ന് പൊള്ളി വരും. ഇത് കണ്ടില്ലേ, പപ്പടം പൊള്ളിയ പോലെ തന്നെ നമുക്കിത് പൊങ്ങി വരും. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ. ഇതിനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നന്നായിട്ട് ക്രിസ്പിയായി നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ ഒരു ഭാഗം ഒന്ന് ചൂടായി കിട്ടി പിന്നെ മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ. നന്നായിട്ട് പൊങ്ങി വന്ന് അതിന് ശേഷം വേണം നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ മുഴുവനായിട്ട് പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയം തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. കാരണം നമ്മൾ ഇതിലോട്ട് കരിഞ്ജീരകവും അയമോദകവും ചേർത്ത് കാരണം തന്നെ ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ്. അതുപോലെ നമ്മളിത് സെർവ് ചെയ്യുന്നത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ക്രിസ്പിയൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ടൊക്കെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ പപ്പട ചീടവട ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.